നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് Realme 2 Pro ആണ്. ഇതിൻ്റെ 3 വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. ഈ 3 വേരിയൻറ്റുകളും തമ്മിൽ റാമിലും ഇൻറ്റേർണൽ സ്റ്റോറേജിലുമുള്ള വ്യത്യാസമല്ലാതെ വേറെ 2 കാര്യങ്ങൾ കൂടെ വ്യത്യാസമുണ്ട്. അത് ആദ്യം എന്താണെന്ന് പറയാം. ഒന്ന് ഇതിൻ്റെ 4GB 6GB. ഈ 2 വേരിയൻറ്റുകളിലും eMMC 5.1 സ്റ്റോറേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ 8GB വേരിയൻറ്റിൽ UFS 2.1 സ്റ്റോറേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജിന് eMMC 5.1 സ്റ്റോറേജിനേക്കാളും സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 8GB റാം വേരിയൻറ്റിൽ 4GB 6GB റാം വേരിയൻറ്റുകളെക്കാളും മൾട്ടി ടാസ്കിങ്, ഫോൺ ബൂട്ടാവുന്നത്, അതേപോലെ ആപ്പ് ലോഞ്ച് ആവുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം സ്പീഡ് കൂടുതലായിരിക്കും. ഇത് പക്ഷേ എത്രമാത്രം വ്യത്യാസമുണ്ടെന്നുള്ളത് നമ്മൾ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്താലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാനിതിൻ്റെ 4GB റാമിലാണ് എല്ലാം ചെക്ക് ചെയ്തത്. 8GB റാം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒന്നിച്ച് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ വ്യത്യാസം 4GB 6GB വേരിയൻറ്റുകളിൽ സപ്പോർട്ട് ചെയ്യുന്ന FD-LTE ബാൻഡ് 1, 3, 5, 8 തുടങ്ങിയവയാണ്. എന്നാൽ 8GB റാം വേരിയൻറ്റിൽ ഈ പറഞ്ഞ 4 FD-LTE ബാൻഡിന് പുറമെ ബാൻഡ് 7, 20 തുടങ്ങി 2 എക്സ്ട്രാ ബാൻഡുകൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4GB 6GB വേരിയൻറ്റുകളിൽ ഈ പറഞ്ഞ സ്റ്റോറേജും നെറ്റ്വർക്കും ലിമിറ്റ് ചെയ്തതുകൊണ്ട് വലിയ പ്രശ്നമാണെന്ന് വിചാരിക്കേണ്ട. കാരണം ഈ സെഗ്മെൻറ്റിലുള്ള വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോണാണ് Redmi Note 5 Pro. ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്ന ബാൻഡ് 1, 3, 5 ഇത് 3 ബാൻഡ് 8ൻ്റെ സപ്പോർട്ടില്ല. മാത്രമല്ല Redmi Note 5 Proയിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോറേജും eMMC 5.1 തന്നെയാണ്. എൻ്റെ ഉപയോഗത്തിൽ എനിക്കിതിൽ പെർഫോമൻസ് ഇഷ്യൂ തോന്നിയ ഒരു ഏരിയ ഇവരുടെ സോഫ്റ്റ്വെയർ പാർട്ടാണ്. ഇതിൽ ആൻഡ്രോയിഡ് ഓറിയോയുടെ മുകളിൽ ഓപ്പോയുടെ കളർ OS ആണ് വരുന്നത്. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു റോമാണ്. ഇതിൻ്റെ UI ട്രാൻസിഷൻസ് ഒന്നും അത്ര സ്മൂത്തൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ലാഗ്സ് അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം വളരെ സ്ലോ എന്നല്ല. 1-2 ദിവസം ഉപയോഗിച്ചപ്പോൾ ഞാൻ അതിലേക്ക് സെറ്റായി. പക്ഷേ ഒരു സ്നാപ്ഡ്രാഗൺ 660 പ്രോസസ്സറുള്ള ഒരു ഫോണിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ഒരിക്കലും ഇതല്ല. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് പക്ഷേ റാം മാനേജ്മെൻറ്റിലോ ഗെയിമിങ്ങിലോ അങ്ങനെ ബാധിച്ചിട്ടില്ല. അത്യാവശ്യത്തിനുള്ള ആപ്പുകൾ ഇത് മെമ്മറിയിൽ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചിങ്ങിലും എനിക്ക് പ്രത്യേകിച്ച് ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാനിതിൽ PUBG, Asphalt 9 തുടങ്ങി ഗെയിമുകളെല്ലാം കളിച്ച് നോക്കിയിട്ടുണ്ട്. ഇടയ്ക്കുള്ള ചെറിയ ചെറിയ ഫ്രെയിം ഡ്രോപ്സ് ഒഴിവാക്കിയാൽ ഓവറോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വളരെ സ്മൂത്താണ്. ഈ ഫോണിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൽ വളരെ ചെറിയ നോച്ചാണ് വരുന്നത്. ടിയർ ഡ്രോപ്പ് നോച്ച് എന്ന് പറയും. നിങ്ങൾ ഫോണിൽ അധികം വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം നോച്ച് ഇത്ര ചെറുതായതുകൊണ്ട് കുറച്ചുകൂടെ വലിയ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഫീൽ നമുക്കിതിൽ വളരെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന IPS LCD പാനലാണ്. ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഗോറില്ല ഗ്ലാസ് 3 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിൽ ഈ വിലക്ക് പോരായ്മകളൊന്നും പറയാനില്ല. ഔട്ട്ഡോർ യൂസിനും ഇത് വളരെ ബ്രൈറ്റ് ആണ്. ഇതിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ്സും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രെയിമും ബാക്ക് സൈഡും പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ബാക്ക് സൈഡിന് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിറ്റി പക്ഷേ അത്ര പോരാ. ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ആവുന്നുണ്ട്. ഇതറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ബോക്സിലൊരു കേസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കഴിയുന്നതും ഫോൺ ഉപയോഗിക്കുമ്പോൾ ഈ കേസ് ഉപയോഗിച്ച് തന്നെ ഫോൺ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ സ്ക്രാച്ച് വരും. ഇതിൻ്റെ ഫിംഗർപ്രിൻറ്റ് സെൻസർ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല റീച്ചബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഫാസ്റ്റാണ്, പെട്ടെന്ന് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഇതുവരെയുള്ള എൻ്റെ യൂസേജിൽ ഒരു ഡിലേ ഇഷ്യൂസും എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല. ഇതുകൂടാതെ ഇതിൽ ഫ്രണ്ട് ക്യാം ഉപയോഗിച്ചിട്ടുള്ള ഫേസ് അൺലോക്ക് ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അധികം ഡാർക്ക് അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഇതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അത്ര സെക്യൂർ ഒന്നുമല്ല, എന്നാലും കണ്ണ് തുറന്ന് പിടിച്ച് നോക്കിയാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് സ്പീക്കറും മൈക്രോ USB പോർട്ടും 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നത്. സ്പീക്കർ അത്യാവശ്യം ലൗഡാണ്, പക്ഷേ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ഫുൾ വോളിയത്തിലൊക്കെയാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ സൗണ്ട് അത്യാവശ്യം ചിതറുന്നുണ്ട്. ഈ സെയിം ഇഷ്യൂ എനിക്ക് ഹെഡ്ഫോണിലും ഇതേപോലെ തന്നെ തോന്നിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് 2 സിം ഉപയോഗിക്കാൻ പറ്റും. അതിന് ഡ്യുവൽ വോയിൽറ്റി സപ്പോർട്ടും ഉണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ജിയോ സിം ഇതിൽ ഒന്നിച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ കോൾ ക്വാളിറ്റി, നെറ്റ്വർക്ക് റിസപ്ഷൻ എല്ലാം വളരെ ഓക്കെയാണ്. പിന്നെ നല്ലൊരു കാര്യം, ഇതിന് SD കാർഡിന് സെപ്പറേറ്റ് സ്ലോട്ട് ഉണ്ട്. ഹൈബ്രിഡ് കളിയൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സിമ്മും ഒരു SD കാർഡും ഒന്നിച്ച് തന്നെ ഈ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ 1.7 അപ്പച്ചറിൽ 16 മെഗാ പിക്സൽ വരുന്ന ഒരു മെയിൻ ലെൻസും
2.4 അപ്പച്ചറിൽ 2 മെഗാ പിക്സൽ വരുന്ന ഡെപ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു സെക്കൻഡറി ലെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലെടുക്കുന്ന പോർട്രേറ്റ് മോഡ് ഫോട്ടോ ഈ ഒരു വില കൺസിഡർ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ്. അധികം ബ്ലർ അപ്ലൈ ചെയ്ത് ആർട്ടിഫിഷ്യൽ ആക്കാതെ വളരെ ലൈറ്റായിട്ട് ബ്ലർ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവരിതിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു രീതി ആയതുകൊണ്ട് തന്നെ എഡ്ജ് സെപ്പറേഷനും വളരെ ക്ലീനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇത് പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. സബ്ജക്റ്റിൻ്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ച് ബാക്കി ഫോണുകളിലുള്ള പോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഇതിലും എഡ്ജ് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. റെഗുലർ ഫോട്ടോഗ്രാഫി കളർ റീപ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് നാച്ചുറലാണ്. HDR ഓട്ടോ ഇനേബിൾ ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ ചില ഫോട്ടോസൊക്കെ കുറച്ചധികം അണ്ടർ എക്സ്പോസ് ആവുന്നുണ്ട്. മാക്രോ ഷോട്ട്സ് എടുക്കാനും ഇത് വളരെ ഓക്കെയാണ്. ഫോക്കസ് വളരെ പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ സെയിം ഡിസ്റ്റൻസിൽ ഞാൻ OnePlus 6 ചെക്ക് ചെയ്ത് നോക്കി. OnePlus 6 ഫോക്കസ് ലോക്ക് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയയിലൊക്കെ ഇത് വളരെ പെട്ടെന്ന് ഫോക്കസ് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അപ്പച്ചർ 1.7 ആയതുകൊണ്ട് നമ്മൾ മാക്രോ ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ബോക്കെ എഫക്ട്സ് ഇതിൽ കാണാം. പക്ഷേ ഇതിൽ കണ്ടൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലർ ഏരിയയിലെല്ലാം എന്താണെന്നറിയില്ല കുറച്ച് അധികം നോയ്സ് കയറുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഇതിലെടുക്കുന്ന ഫോട്ടോസ് യൂസബിൾ ആണ്. ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് ഫോട്ടോയിൽ നോയ്സ് നന്നായിട്ട് കയറുന്നുണ്ട്. ലോ ലൈറ്റിൽ നിങ്ങൾ HDR ഓൺ ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി HDR ഓൺ ചെയ്യാതെ എടുത്ത ഫോട്ടോയിനേക്കാളും HDR ഓൺ ചെയ്ത് വെച്ച ഫോട്ടോയിൽ നോയ്സ് കുറവാണ്. പിന്നെ ലോ ലൈറ്റിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി എക്സ്പെർട്ട് എന്ന പേരിൽ ഒരു കംപ്ലീറ്റ് മാനുവൽ മോഡ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എക്സ്പോഷർ ടൈം, അതേപോലെ ISO, വൈറ്റ് ബാലൻസ്, ഫോക്കസ് ഇതെല്ലാം മാനുവലി സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഒരു മോഡ് കൂടെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലേക്ക് പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതായത് ഫണി ആയിട്ടുള്ള ആനിമേഷൻസ്, ഗ്ലാസ്, മാസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയെക്കുറിച്ച് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ 2.0 അപ്പച്ചറിൽ 16 മെഗാ പിക്സൽ വരുന്ന സിംഗിൾ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ എനിക്ക് ബാക്ക് ക്യാമറയുടെ അത്ര ഇംപ്രസീവായിട്ട് തോന്നിയില്ല. ചില ടൈമിലൊക്കെ ഫോട്ടോസ് വളരെ ഓവർ എക്സ്പോസ് ആവുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് പോർട്രേറ്റ് മോഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ക്വാളിറ്റിയും ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫീലാണ് ഇതിൽ കിട്ടുന്നത്. വീഡിയോ പ്രൈമറി ക്യാമറയിൽ 4K 30 FPS വരെയും ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD 30 FPS വരെയും എടുക്കാൻ പറ്റും. ഇതിൽ പ്രൈമറി ക്യാമറയ്ക്ക് ഫുൾ HDയിൽ EIS സപ്പോർട്ട് ഉണ്ട്. ഇത് കാരണം ഫൂട്ടേജ് ഷെയ്ക്ക് കുറവാണ്. പക്ഷേ EIS ഇംപ്ലിമെൻറ്റേഷൻ അത്ര പോരാ. അത് കാരണം കുറച്ചധികം അതിൻ്റെ സൈഡ് എഫക്ട്സ് വീഡിയോയിൽ നമുക്ക് കാണുന്നുണ്ട്. ഓട്ടോ ഫോക്കസ് അത്യാവശ്യം ഫാസ്റ്റ് ആണെന്നുള്ള അഡ്വാൻറ്റേജ് ഒഴിവാക്കിയാൽ ഓവറോൾ വീഡിയോ ക്വാളിറ്റി ആവറേജ് ആണ്. Realme 2 Proൻ്റെ ഫ്രണ്ട് ക്യാമറയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്ന് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ എത്രയാണെന്ന് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ നേരത്തെ ചെക്ക് ചെയ്തിട്ട് ഇലക്ട്രോണിക് ബേസ് സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല. പിന്നെ എൻ്റെ വോയിസും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക എത്രമാത്രം പിക്ക് ചെയ്യേണ്ടെന്ന്. ഇവിടെ വലിയ നോയ്സൊന്നുമില്ല, എന്നാലും എൻ്റെ ഫ്രണ്ടിലായിട്ടിപ്പോൾ റോഡാണ്. അപ്പോൾ അതുകൂടെ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നോയ്സ് ക്യാൻസലേഷനും എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ വോയിസ് നോക്കിയാലിപ്പോൾ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്കിതിൽ ടൈം ലാപ്സ് വീഡിയോസ് എടുക്കാൻ പറ്റും. പക്ഷേ സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാനുള്ള ഓപ്ഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൽ 3500 mAh വരുന്ന റിമൂവ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 0% മുതൽ 100% വരെ ചാർജ് ചെയ്യാൻ ഇതിൽ 2 മണിക്കൂറും 20 മിനിറ്റും എടുക്കുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നുമില്ല. അതിൽ 60% 1 മണിക്കൂർ കൊണ്ടും 85% ഏകദേശം 1.5 മണിക്കൂർ കൊണ്ടും ചാർജ് ആവും. ബാക്കി അവസാനത്തെ 15% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3/4 മണിക്കൂർ കൂടെ എക്സ്ട്രാ എടുക്കുന്നത്. എൻ്റെ ഉപയോഗത്തിൽ എനിക്കിതിൽ മാക്സിമം ഒരു ദിവസം ബാറ്ററി ലൈഫാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ നെറ്റ് ഫുൾ ടൈം ഓണായിരിക്കും. കുറച്ച് വാട്സാപ്പ്, കുറച്ച് യൂട്യൂബ്, പിന്നെ കുറേ കോൾ ചെയ്യും, പിന്നെ 1-2 ഫോട്ടോസ് എടുത്താലെടുക്കും. വേറെ പ്രത്യേകിച്ച് ഗെയിമിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ നിങ്ങൾക്ക് സ്ക്രീൻ ഓൺ ടൈം നോക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എന്താണെന്ന് അറിയില്ല, ഇവരത് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ കുറേ ഗെയിമൊക്കെ കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫുൾ ഡേ ബാറ്ററി ലൈഫ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സെൻസറുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള മാഗ്നറ്റിക് ഗെയറോ തുടങ്ങിയ സെൻസറുകളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ മിസ്സിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ LED ഇല്ല, NFC ഇല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഉപയോഗത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം. ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.